പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തെ രൂക്ഷമായി വിമർശിച്ച് സിനിമാ രംഗത്തെ സ്ത്രീ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതിപ്പെട്ടിട്ടും മറുപടിയില്ലായിരുന്നുവെന്നും FIR ഇട്ടത് ദിവസങ്ങൾക്ക് ശേഷമാണെന്നും WCC സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വിമർശിച്ചു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിലൂടെ P.T. കുഞ്ഞുമുഹമ്മദ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തിയെന്നാണ് കൂടെയുള്ളവർ വിശ്വസിക്കുന്നതെന്നും സിസ്റ്റം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നെന്നും കൂട്ടായ്മ പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയും ഗവൺമെന്റിന്റെ സിസ്റ്റവും രാഷ്ട്രീയ ഭേദമന്യേ അതിജീവിതന്മാരെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം സംഭവങ്ങളിൽ ഗവൺമെന്റ് പ്രഖ്യാപനങ്ങളുടെ മെല്ലെപ്പോക്ക് പൊറുക്കാനാവാത്തതാണെന്നും WCC വ്യക്തമാക്കി. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമി സ്വീകരിക്കുമെന്ന് പറഞ്ഞ നടപടികളും IFFK വേദിയിൽ അടക്കം നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുകയാണെന്നും WCC പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. സംവിധായകൻ P.T. കുഞ്ഞുമുഹമ്മദിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സിനിമാ രംഗത്തെ സ്ത്രീ കൂട്ടായ്മയായ വിമൻസ് ഇൻ കളക്റ്റീവ് സംഘടന. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതിപ്പെട്ടിട്ടും മറുപടി ഇല്ലായിരുന്നുവെന്നും FIR ഇട്ടത് ദിവസങ്ങൾക്ക് ശേഷമാണെന്നൊക്കെയാണ് WCC ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിമർശിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതോടെ P.T. കുഞ്ഞുമുഹമ്മദ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് കൂടെയുള്ളവർ വിശ്വസിക്കുന്നതെന്നും സിസ്റ്റം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നതൊക്കെ ഈ ഒരു കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിമർശിക്കുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയും ഗവൺമെന്റിന്റെ സിസ്റ്റവും രാഷ്ട്രീയ ഭേദമന്യേ അതിജീവിതന്മാരെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഈ സംഘടനയുടെ ഒരു വിമർശനം. ഇത്തരം സംഭവങ്ങളിൽ ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങളുടെ ഒരു മെല്ലെപ്പോക്ക് ഒരിക്കലും പൊക്കാൻ പറ്റാത്തതാണെന്നും WCC വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമി സ്വീകരിക്കുമെന്ന് പറഞ്ഞ നടപടികളും IFFK വേദിയിലടക്കം നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുകയാണെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ WCC പങ്കുവച്ച കുറിപ്പിലൂടെ വിമർശിക്കുന്നത്.